മരുന്ന് മരുന്ന് നിങ്ങളോട് പറയണേട്ടാ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. ഇങ്ങനെ തട്ടിപ്പ് മത്തങ്ങയാണെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇതാൾക്ക് പ്രശ്നേ ഇവിടെയാണ്, കണ്ട ഈ ഭാഗത്ത് നീര് വീണ്ടാ. പിന്നെ പഞ്ഞി വെച്ചിട്ട് അത് ഒട്ടിച്ചു. ചങ്ങലമ്പൻ്റെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ മര വളർത്തിയാണ്. നമ്മുടെ നാടി ഞരമ്പുകൾക്ക് വളരെ ബലവത്താകുന്ന ഒരു കഞ്ഞിയാണ് നമ്മൾ വയ്ക്കാൻ പോണത്. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വെയിറ്റുള്ള സാധനങ്ങൾ ഞാൻ പൊക്കില്ല. ഈ സൈഡ് തളർന്നു പോകുന്നു തോന്നി. കാരണം ഈ കാല് അങ്ങനെയൊക്കെ തോന്നിയാ അത് പറഞ്ഞില്ലേ? അതെ, ഫാദർ ഒരു കാര്യം ഇങ്ങനെ കൈ പൊക്കണ്ട. കൊറ്റനാണ് നമ്മുടെ മിളകാണ് കിടന്ന് അരയുന്നത്. ചാർലിക്ക് സഹിക്കുന്നില്ല, വന്ന് പിടിക്കാണ്ടേ എന്റെ അവരുടെ കഴുത്തിയെ പിടിച്ച് കൊടയാണ്. അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടെ കഞ്ഞിമൊക്കെ കമ്പിയാന്ന്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ കയ്യിൽ കുറേ കുണ്ടിയും കുടലൊക്കെ പോലെ കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ ഇതെന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ചോരയൊന്നും വിചാരിക്കണ്ട കേട്ടോ, പേടിക്കും. വേഗം പറഞ്ഞോ, മരുന്നാണ് കേട്ടോ. ഇതൊരു മരുന്നാണ്. മരുന്ന് എന്തായിട്ടെ മരുന്ന്. ഈ സാധനം ഈ കയ്യിൽ വരാനൊരു കാരണമുണ്ട്. പഞ്ഞിയുമ്പോൾ കണ്ട മരുന്ന് തേച്ചിട്ടുള്ളതാണ്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഇതിപ്പോ നമുക്കാണ് കാണുക. നിരന്തരമായ നമ്മുടെ ഈ കൃഷി സ്ഥലത്തെ കള കാരണമാണോ അതോ 50 കിലോ തൂക്കുള്ള മേശ അങ്ങോട്ട് പിടിച്ചു പോകണമെന്ന് പാചകം ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് പിടിച്ചു പോകണമെന്നല്ലോ, അത് കാരണമാണോ എന്ന് അറിയില്ല എനിക്ക്. പിടിച്ചു കൊണ്ടുവന്നേ പിന്നെയാണ് വേദന തുടങ്ങിയത്. അതിങ്ങനെ കേറി വന്നത് കാലിന്റെ ഇവിടെ ഇട്ട് പിന്നെ കാലും വലിക്കും. കാലിങ്ങനെയാട്ടെ നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റില്ല, ഭയങ്കര വേദന. അപ്പോൾ എന്നിട്ടും നിർത്തുണ്ടായിരുന്നില്ല പണി. അപ്പൊ സരിത പറഞ്ഞു ഭ്രാന്ത് പിടിച്ച പോലെ കാലത്ത് എണീക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഓടാ. അപ്പൊ സരിത പറഞ്ഞു നീ പറഞ്ഞ ഹെർണിയേരെ ഹെർണിയേരെയാവുന്ന ഒരു കമന്റ് കണ്ടു. ഇങ്ങനത്തെ ഭാരൊക്കെ പൊക്കി കഴിഞ്ഞാൽ ഹെർണിയ വരുന്നൊക്കെ. ഞാൻ പറഞ്ഞു ആ സാധനം ആവോ ഇത് അറിയില്ല നമുക്ക്, അതിന്റെ അതാണോ, നമുക്ക് ഡോക്ടറെ കാണിക്കത് വെച്ചിട്ടിരിക്കണ്ടേ, ഡോക്ടറെ കാണാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ബിനുവിന്റെ അടുത്ത് പോവാം. ബിനുവിന്റെ ഓർമ്മയില്ലേ, ബിനു നമ്മുടെ ഇവിടെ കളരി ഗുരുക്കളുണ്ട് അഞ്ചേരിയിൽ ഇവിടെ അടുത്ത്. ജഗ്ഗുവിന്റെ കഴുത്ത് ഉളുക്കിയതാണ് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കഴുത്ത് ഉളുക്കിയിട്ട് അന്ന് മരുന്ന് വെച്ചൊക്കെ കെട്ടിയിട്ട് അവന്റെ മാറിപ്പോയി. അവനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഹെർണിയല്ല, ചേട്ടൻ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോഴേ അതിന്റെ വേദന ഇങ്ങനെയൊന്നല്ല അതിന്റെ ലക്ഷണം, ഇത് മിക്കവാറും നീർക്കെട്ടാവളോ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ പോയിട്ട് ഇപ്പൊ 2-3 ദിവസമായി ഇത് വെച്ച് മരുന്ന് വെച്ചിട്ട്. നമ്മുടെ ഈ ഇതുകൊണ്ട് ഊരി കളഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ മരുന്ന്, അവൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. മരുന്ന് പറഞ്ഞാൽ കുറെ അരച്ച പച്ച മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ തേക്കും. ഫുള്ള് വേനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഇത്രയ്ക്ക് വീതിയിലാണെങ്കിൽ ഇത്രയ്ക്ക് വീതിയിൽ തേച്ചിട്ട് അതിൻ്റെ മീതെ ഒരു പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കും. കണ്ടാ ഇങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് ഈ തുണി വെച്ചിട്ട് ഇങ്ങനെ കെട്ടു, ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടു. അത് കെട്ടുക കഴിഞ്ഞു. ഇതിപ്പോ ഞാൻ അഴിച്ചു കളഞ്ഞു. എന്റെ ഒരു 95% മാറി. എന്നിട്ട് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോ നീർക്കെട്ട് പോണതിനനുസരിച്ചിട്ട് ഈ സാധനം വിട്ട് ഇങ്ങനെ. അപ്പൊ വിട്ടില്ലെങ്കിൽ തന്നെ നമുക്കത് വിടാത്ത ഭാഗത്തെ പറിച്ചെടുക്കാം. നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യണല്ലോ. എന്നിട്ട് കുളിച്ചിട്ട് പിറ്റേ ദിവസം വീണ്ടും മരുന്ന് വെച്ച് കെട്ട. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നന്നായി വിടും. അപ്പൊ അതിനനുസരിച്ച് വേദനയും കുറഞ്ഞു. ചേട്ടന് നന്നായി മാറിപ്പോവാനാ. പക്ഷെ എന്നാലും ഇന്ന് ലാസ്റ്റ് ദിവസത്തെ കെട്ടിന് പോവാണ് ഇപ്പൊ. അപ്പൊ ഇങ്ങനത്തെ 2-3 ദിവസമായിട്ട് കളക്കലൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്നു. അപ്പൊ ഈ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ, നീർക്കെട്ട് മാത്രമല്ല കുറെ ചികിത്സകൾ അവന്റെ കയ്യിലുണ്ട്. അവൻ ഭയങ്കര കളരി ഗുരുക്കളാണ്. നമ്മൾ അന്ന് ജഗ്ഗുവിന്റെ വീഡിയോ ഇട്ടിട്ടെ അത് കണ്ടിട്ട് എവിടെയായിട്ട് ചാവക്കാട് എവിടെയെങ്കിലുള്ളൊരു ഇത്ത വിളിച്ചിട്ട് എവിടെ ഗൾഫിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായിട്ട് തണ്ടൽ വേദനയായിരുന്നു. ഇത്രേ തണ്ടലിന് വേദനയായിട്ട് ശരിക്കും നടക്കാൻ പറ്റാണ്ടേ, കാണിക്കാത്ത ഡോക്ടർമാരും ചെയ്യാത്ത ചികിത്സകളില്ലാന്ന്. ഇത് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മരുന്ന് വെച്ചിട്ട് ഒരാഴ്ച മുടങ്ങാണ്ട് ആ ചേച്ചി ചെയ്തു. എന്നിട്ട് അതിനെ സംസാരിക്കാൻ പറ്റണില്ല, കരഞ്ഞിട്ട് നമുക്ക് വിളിച്ചിട്ട് സന്തോഷം കൊണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നന്നായിട്ട് കുറഞ്ഞു. നിങ്ങളുടെ ആ വീഡിയോ കണ്ട കാരണം കൊണ്ടാണ് ഇത് അറിഞ്ഞത്, വരാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടെ. അങ്ങനെയൊക്കെ അവിടെ കുറേ പേര് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. ഒക്കെ ചികിത്സ ഭേദമായിട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ബിനുവിൻ്റെ അവിടേക്ക് എനിക്കൊന്ന് കെട്ടാൻ പോകണം. അപ്പൊ ഞാൻ കെട്ടണത് കാണിക്കുന്നെങ്കിലും ഇങ്ങനത്തെ വല്ല വേദന വിലക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഉപകാരമാവും അത് വിചാരിക്കും. അപ്പൊ ബിനുവിൻ്റെ അവിടേക്ക് പോവാം നമുക്ക്. ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലത്തെ അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മുടെ ജൂബിലിയുടെ അവിടെ നിന്നൊക്കെ ഒരു 5-6 കിലോമീറ്റർ, ജൂബിലി മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് 5-6 കിലോമീറ്ററുള്ള വിഷവൈദ്യം റോഡാണിത്. സൊസൈറ്റി റോഡെന്നും പറയും, വിഷവൈദ്യം റോഡെന്നും പറയും. അതിൻ്റെ അവിടെ ഈ സൈഡിലത്തെ ഒരു വഴിയുണ്ട്. അഗസ്ത്യ കായികാഭ്യാസ കളരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു ചെറിയൊരു വഴി, ഒരു ഓട്ടോറിക്ഷ പോണ വീതിയുള്ളൊരു വഴിയോടെയാണ് നമ്മൾ പോണത്. ഇത് അവിടെയാണ് സ്ഥലം.
നമുക്കിത് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല. ഇങ്ങനെ തട്ടിപ്പും മത്തങ്ങയാണെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ പറഞ്ഞ് പറ്റിക്കാനായിട്ടുള്ള ഒരു വീഡിയോ അല്ല അത്. നിങ്ങൾക്ക് വളരെ നിസ്സാരമായ ചിലവിൽ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് വരെ എന്ന് പറഞ്ഞല്ലോ, കാശ് ചിലവില്ല. അപ്പോൾ ഇതാണ് ബിനുവിൻ്റെ ഉഴിച്ചിലിൻ്റെ സ്ഥലം. അപ്പം നമുക്ക് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് പോവാം. അപ്പോൾ നമസ്കാരം. ബിനുവിന് ഞാൻ മൈക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെ ശരിയല്ലേ, വർത്താനം കേൾക്കില്ല. കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ നാൾ മുമ്പാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 2 ദിവസത്തെ ഇത് കഴിഞ്ഞതിൻ്റെ ഒരു ഇത് മാറി ഒരു വട്ടം മണി കെട്ടാമെന്ന് നോക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ കെട്ടിയിട്ട് കാണിച്ചു തരാം. ഇതാൾക്ക് പ്രശ്നമേ ഇവിടെയാണ്. കണ്ട, ഈ ഭാഗത്ത് നീര് വീണിട്ടാ ഇതിലിങ്ങനെ കുഴയിലേക്ക് വീഴും. ഇവിടെ നീര് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് പ്രശ്നം. അപ്പോൾ ഈ കുഴേനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിലെടുത്തിട്ട് ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേണം അങ്ങനെ കെട്ടാൻ. അപ്പോൾ അങ്ങനെ കെട്ടി കഴിഞ്ഞാൽ സാധനം ഇപ്പോൾ 4 കെട്ടിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കെട്ടിലും കൂടിയും ആവും, ഫുള്ളായിട്ട് മാറും. ഒരു 10-95% ഞാൻ പറഞ്ഞില്ലേ മാറി. അപ്പോൾ പഞ്ഞി വെച്ച് കെട്ടുന്നത് കാണിക്കണ്ടല്ലോ. മരുന്ന് കാണിച്ചു തരാം. ബിനുവിനെ കുറച്ച് നമ്മൾ അരയ്ക്കണ പച്ചമരുന്നുകളാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ മാത്രം ഇത് അരച്ചിട്ട് ഇങ്ങനെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രമേ അരച്ചെടുക്കുള്ളൂ. അതേപോലെ ഇതും നമ്മൾ അരയ്ക്കണ മരുന്ന് തന്നെയാണ്. അപ്പോൾ ഈ 2 മരുന്നാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറ്റി തേച്ച് കെട്ടട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് കെട്ടിയേക്കുന്നുണ്ട, ഇങ്ങനെയാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. ഇവിടെ മരുന്ന് ആദ്യം തേച്ചു, പിന്നെ പഞ്ഞി വെച്ചിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മീതെ ഇങ്ങനെയായിട്ട് ചിറ്റി കെട്ടുന്നത് കാണിക്കാതെ കാരണം കേട്ടോ. കണ്ട, അപ്പോൾ കെട്ടി. ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കംപ്ലീറ്റ് വേദന പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന മാറി കംപ്ലീറ്റ് വേദന പോയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ അതാണ്. പിന്നെ മരുന്ന് അവിടെ ഒട്ടി പിടിക്കില്ല. ഇതിലൊരു തമാശ എന്താ വെച്ചാലേ, ഇപ്പോൾ അജുവാൻ ആദ്യം ഫോണിൽ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇന്ന ഭാഗത്ത് വേദനയുണ്ട്, അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മരുന്ന് വെച്ച് കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളടുത്ത ചോദ്യം ചോദിക്കണം, അത് ഹെർണിയാവോ, നമുക്ക് പ്രശ്നമാവോ? അപ്പം അത് അല്ല നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് നമ്മൾ ചിന്തിക്കണേ. ഇത് പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ മലയാളികളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അത്. നമുക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേജ് കാണും. എനിക്ക് അതാവോ അസുഖം എന്നുള്ള തോന്നൽ വരും. പക്ഷെ ഇത് സിമ്പിളായിട്ട് മാറി. അത് ആ നീർക്കെട്ടാണ്, ആ നീർക്കെട്ടിന് മരുന്ന് വെച്ചപ്പോൾ അത് മാറി. അപ്പോൾ അതാണ് നമ്മുടെ ഒരു അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ. അതാ എന്തെങ്കിലും ചെറിയൊരു സംഭവത്തിന് നമ്മൾ വലുതായിട്ട് കാണും എപ്പോഴും. അപ്പോൾ ബിനുവിൻ്റെ വീട് തന്നെ കേട്ടോ. വീടിൻ്റെ ഇവിടെ നോക്കിയേ, ഇതാണ് ഇതിന് ചങ്ങലമ്പരൻ്റെയാണ്. ഇവിടെ നോക്കിയാൽ അവിടെ മര വളർത്തി വെക്കണം. ഇതാണ് മെയിൻ ചികിത്സ. ഇത് നമുക്ക് മെയിൻ മരുന്ന് ഇതാ ചങ്ങലമ്പരണ്ട. ഇത് വളർത്തി വെക്കണം ഇങ്ങനെ. മുകളിൽ നീലാമ്പരി. ഇവിടെ ഇപ്പൊ എന്തിനുള്ള ചികിത്സയൊക്കെ ഇപ്പൊ നീ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അന്ന് പറഞ്ഞത് കുറെ പേരൊക്കെ മറന്നുണ്ടാവുമല്ലോ. ഇതിപ്പോ നമ്മൾ മർമ്മ ചികിത്സ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ, ഡിസ്ക് ബൾജ്, അതുപോലെ എല്ല് തേമാനം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, പിന്നെ കാല് കുഴ തെറ്റൽ, ലിഗ്മെന്റിന്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ലിഗ്മെന്റ് നമ്മളാദ്യം ലിഗ്മെന്റ് ഒന്നും പറച്ചിലില്ല, ഒക്കെ കാല് ഉളുക്കി അല്ലെങ്കിൽ കാല് മടങ്ങി മുട്ട് തെറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ പണ്ട് കയറി അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടു വർത്താനത്തിൽ പറയണ ഭാഷകൾ നമ്മളതൊക്കെ മരുന്ന് വെച്ച് കിട്ടും, അതിലങ്ങനെ മാറിപ്പോവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ കൈത്തരിപ്പ്, അതന്നെ നമുക്ക് ഡിസ്കിൻ്റെ പ്രശ്നമാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യും. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ചില മരുന്നുകളുണ്ട്, നമ്മൾ ഈ സിദ്ധയിൽ പെട്ട മരുന്നുകളാണ് നമ്മൾ ചെയ്യണത്, പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഷുഗറിൻ്റെ ചിലവർക്ക് കാല് പഴുത്തിട്ട് ഇങ്ങനെയൊക്കെ ഉണങ്ങാണ്ട് വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മളൊരു എണ്ണയുണ്ട്, നമ്മളത് വെച്ച് കെട്ടി കഴിഞ്ഞാൽ അതും ആ സാധനം അങ്ങനെ ഉണങ്ങി വരും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ തൈലങ്ങൾ നമ്മൾ ഉണ്ടാക്കണത് തന്നെയാണ്. നമ്മൾ പച്ചമരുന്നായാലും അരച്ചുണ്ടാക്കണത് അതൊക്കെ നമ്മളുണ്ടാക്കി ഉപയോഗിക്കണതാണ്. പിന്നെ എന്തൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരെ കാശ് ചെലവില്ല. കാശ് ചെലവില്ല എന്നല്ല, നമ്മുടേതായ ചെറിയ ചെലവുകൾ. അപ്പം അങ്ങനെ വലിയ ചെലവുകളല്ല. പിന്നെ ദോഷങ്ങളില്ല നമുക്ക്. നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് വേറെ അസുഖം വന്നു അങ്ങനത്തെ ഇടുന്നില്ല. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറൊരു അവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങളില്ല. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ പോയില്ല, നമ്മളിപ്പോൾ ഒരു 90% ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചെയ്തിട്ട് മാറുന്നുണ്ട്. കാരണം തേമാനാണ്, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് സർജറി വേണമെന്ന് പറഞ്ഞൊക്കെ പലതും മാറിയിട്ടുണ്ട്. അത് പലരും ഇങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിനുവിൻ്റെ അവിടെ കളരിയിൽ ഇതുണ്ട് കേട്ടോ, അടിയിൽ കളരിയുണ്ട്. കളരിയിലെ ഒരു പരിശീലനം ഉണ്ട് അവിടെ. പില്ലില്ല ഉണ്ട്, വൈകുന്നേരം ക്ലാസ് വൈകിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്.
വൈകിട്ട് 5 മണി തൊട്ട്. അപ്പോൾ ബിനുവിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പിന്നെ ലൊക്കേഷനൊക്കെ നമുക്ക് തരാട്ടെ. കാരണം കണ്ടമാനം പേര് എനിക്ക് ഇപ്പോഴും വിളിക്കുന്നുണ്ട് ബിനുവിൻ്റെ സ്ഥലം ഇത് എവിടെയെന്ന്. കാരണം കുറേ നാൾ 2-3 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മോനെ കഴുത്തിൽ പറ്റിയിട്ടുള്ളത് പിന്നെ എൻ്റെ പുറത്തുണ്ടായിരുന്നു. ഞാൻ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ ബിനുവിൻ്റെ അവിടെ നിന്ന് വന്നു കേട്ടോ. ബിനുവിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ മൊത്തം ഈ മരുന്ന് വെച്ച് കെട്ടിയ കാരണം വേറെ പണികളൊന്നും ചെയ്യാൻ പോകില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടി ഞരമ്പുകൾക്ക് വളരെ ബലവത്താകുന്ന ഒരു കഞ്ഞിയാണ് നമ്മൾ വയ്ക്കാൻ പോണത്. ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല. ആദിവാസികളൊക്കെ ചെയ്യുന്നതാണ് ശ്രീദേവി ഡോക്ടർ പറഞ്ഞത്. തൊട്ടാവാടി കഞ്ഞി എന്ന് പറയും. തൊട്ടാവാടി ഈ സമയത്താണ് ഏറ്റവും നല്ല തൊട്ടാവാടി ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചറിയാം കേട്ടോ. ഇലകളൊക്കെ നന്നായി ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു തൊട്ടാവാടി ഞാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ കൈക്കോട്ട് കളിക്കുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുക ഇവിടെ. ഞാൻ പറിച്ചു കളഞ്ഞില്ല. ബാക്കി എല്ലാ പുല്ലും ഒരു ഇതൊക്കെ കഴിഞ്ഞു. ഒറ്റ മൈന ടടൻ ടടേ അതിൻ്റെ ആണ് ഇവിടെ. ഇതാണ് ഒറ്റ മൈന ഇവിടെ നിൽക്കണണ്ട അതിൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കണം. കാക്കേനെ കാണുന്നവരെ കൈ പിടിക്കണം. എന്നാലാണ് നമുക്ക് നല്ല വാർത്ത ഉണ്ടാവുക എന്ന് പറയുക. കാക്കയുടെ ശബ്ദം കേൾക്കാണ്ട്, പക്ഷേ കാക്കേനെ കാണാനില്ല. 2 അണ്ണാർക്കണ്ണന്മാരുണ്ട്. ഇല്ല കാക്കയുള്ളത് ഇതേ മൈനത് അതിൻ്റെ മുകളിലാണ്ട് നിൽക്കുക ആള്. ഇപ്പോൾ കാക്കയുടെ അതിൻ്റെ അടുത്ത് തന്നെ ആണിൻ്റെ ആവും. അതിൻ്റെ ഉള്ളിൽ കാക്കനെ കണ്ടു ഞാൻ. അപ്പോൾ നമ്മളിത് കൈവിട്ടു സ്വതന്ത്രമായി. വെറുതെ ഒരു രസോട്ടാ. നോക്കിയാൽ നമ്മുടെ വാഴകളൊക്കെ വരെ വേണ്ട. നേന്ത്രവാഴകൾ ഇത്രയ്ക്ക് ഉയരായി. നമ്മൾ കൃഷി സ്ഥലം ഏറ്റെടുത്തിട്ട് 10 ദിവസമായിട്ടല്ലോ. അപ്പോൾ നമുക്ക് തൊട്ടാവാടീനെ പറിക്കാം. പൂവുണ്ടാവണതിന് മുമ്പ് പറിക്കണം കേട്ടോ. ഇത് കടടക്കം പറിക്കും. തൊട്ടാവാടി എല്ലാവർക്കും അറിയാം. ഇതിന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കൂമ്പും. തൊട്ടാവാടി എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. നോക്കിയേ ഇത് കുലുക്കാം. അപ്പോൾ എല്ലാവരും തൊട്ടാവാടി അവനൊരു തൊട്ടാവാടി അവളൊരു തൊട്ടാവാടി എന്ന് പറയുന്നത് പറക്കട്ടെ. കാക്കള ഇരുകടി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും കാക്കകള പോണത്. ഓരോ പറിച്ചു. ഞാൻ ഇവിടെ 2-3 കണ്ടു വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ പറമ്പിൽ നിറയെ തൊട്ടാവാടിയായിരുന്നു. അതെ വലിയ തൊട്ടാവാടി. ഇത് പിന്നെ എന്തോരം വേണം. പാമ്പുണ്ടാവും. വണ്ടൻ തൊട്ടാവാടി കേട്ടാ. അവിടെ വെച്ചു ഇത്രയ്ക്ക് വില പോന്നു. ഇത്ര മതി തൊട്ടാവാടി. ഇനിയും ഇഷ്ടം പോലെ നന്നായി കഴുകണം. ഈ തൊട്ടാവാടിയുടെ ഇതെടുക്കേണ്ട രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു 350 ഗ്രാം തൂക്കമുണ്ടെങ്കിൽ ഏകദേശം 1 ലിറ്റർ വെള്ളത്തിലാണിത് വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് തിളപ്പിക്കുന്നത്. നന്നായി കഴുകണം കേട്ടോ. ഞാനേ മൈനേനെ കണ്ടതായിരുന്നു. ഡബിൾ മൈനകൾ അവിടെ കുടിലാണ് നമ്മൾ കഞ്ഞി വയ്ക്കുന്നത്. സരിതിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. നമുക്ക് മണ്ണ് നന്നായി കളയണം. അപ്പോൾ ഈ തൊട്ടാവാടി കഞ്ഞി എന്ന് പറഞ്ഞാൽ നാടി ഞരമ്പുകൾക്ക് ബലം കിട്ടും. അതിലേക്കാളെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് 7 ദിവസം കഞ്ഞി വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടാവാടി കഞ്ഞി വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലക്കുരുവിന് ചോരയൊക്കെ വരുന്നവരില്ലേ എന്ന് പറയുക ബ്ലീഡിങ് പൈൽസ് നിൽക്കും. അത്രയും ഗ്യാരണ്ടിയാണ്. പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനമാണ്. ഇവിടെ വെയിലാണല്ലോ. വെയിൽ കുഴപ്പമില്ല. ശരിക്ക് പടിഞ്ഞാറൻ വെയിൽ. നമുക്ക് അവിടെ നിന്നിട്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഇത് വെട്ടട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3/4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ കഷായ ആക്കലാണ് പരിപാടി. കഷായം 250 ഗ്രാമിന് 350 ഗ്രാമിന് 1 ലിറ്റർ വെള്ളം. 350 ഗ്രാം ഈ സാധനം തൂക്കെടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ടാവാടി എടുത്തിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഷായം ഉണ്ടാക്കണം. അതാണ് ആദ്യത്തെ പണി. മുള്ളൊക്കെ കുത്തി കയറും. അതൊന്നും കുഴപ്പമില്ല. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷം ഉണ്ടാവില്ല കേട്ടോ. ശ്രീദേവി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് പണ്ടുള്ള ആദിവാസികൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള സാധനമാണ്. നമ്മൾ തൊട്ടാവാടി സെറ്റായിട്ടാ. ഇത്രയ്ക്കുണ്ട്. അമ്മീമിട്ടിട്ട് വെറുതെ ചതച്ചിട്ട് കലത്തിലിടാം. ഈ വെട്ടി നോക്കിയതൊന്ന് വെറുതെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ചതച്ചെടുക്കുകയാണെങ്കിൽ നന്നായി. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങളൊക്കെ അങ്ങോട്ട് പോരില്ലോ. പഴയ കാലത്ത് എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഈ മുറ്റത്തും പറമ്പിലും പാടത്തും ഒക്കെ ഉണ്ടാവില്ലേ. നമുക്കൊന്നും അതിൻ്റെ ഗുണങ്ങൾ അറിയില്ലല്ലോ. ഒക്കെ ഇന്ന് ഇല്ലാണ്ടായി പോവാണ്. ചെറിയപ്പോൾ ഞാൻ തീരെ വിളിക്കും. നമ്മൾ ഈ കാലത്തിലാണ് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊരു 10-750 മില്ലി വെള്ളം ഉണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഈ കുറുന്തോട്ടിയുടെ ഇതൊക്കെ കർക്കിടക മാസത്തിൽ വെക്കേണ്ടതല്ലായിരുന്നു. അല്ല, കർക്കിടക മാസത്തിനേക്കാളും ഗുണം കിട്ടപ്പെടാന്ന് പറഞ്ഞ്. കർക്കിടക മാസത്തിൽ
ഇതായിട്ട് വരുന്നുണ്ടാവുള്ളൂ തൊട്ടവാടി. ഏത് ഇപ്പോഴാണ് ശരിക്കും കർക്കിടക മാസം കഴിയുന്നതോടെ നല്ല കൂമ്പിട് വരാന്ന്. ആ പൂവ് വരുന്നതിന് മുമ്പുള്ള ഇതിനാണ് ഏറ്റവും വലിയ ഗുണം കിട്ടാന്ന് ഡോക്ടർ പറഞ്ഞത്. പൂ വരുന്നതിന്റെ മുന്നേ നമ്മുടെ കോഴിപ്പട, കന്നിപ്പട, മുട്ടയിടാറായ പെടനൊക്കെ മരുന്ന് കഴിക്കണ പോലെ. അതന്നെ. ഇനി ഇതിന് കൂട്ടുണ്ട് കേട്ടാ. മുക്കുറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കേണ്ടത്. മുക്കുറ്റി ചമ്മന്തിയാണ് ഇതിന് ഈ പറഞ്ഞ പോലെ ഈ ബ്ലഡുള്ള പൈൽസിന് കേട്ടാ. അങ്ങനെയല്ല പറയാ, ബ്ലീഡിങ് പൈൽസ് എന്ന് പറയാ. അതെ, ബ്ലഡുള്ള പൈൽസ്. എന്നാ ബ്ലീഡിങ് പൈൽസ് എല്ലാത്തിനും ഓരോ പറയണതിൻ്റെ ഒരു രീതിയിലുണ്ടല്ലോ. നമ്മൾ അതൊക്കെ മാറ്റിയിട്ടാണ് പറയണത്. ശരിയല്ല. പറയേണ്ടതായ രീതികളൊക്കെ പലതും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നിയ പോലെ പറയൂ അല്ലേ? അങ്ങനെയല്ല, ചിലത് തിരുത്തേണ്ടതിനെ തിരുത്താൻ വേണം. ഓ നീ ഉണക്ക ഉണക്ക ഒന്നുമില്ല. ചേട്ടൻ കൂടുതൽ ബലം ഇതാക്കണ്ടാട്ടാ. ഇവിടെ മറ്റേ ഈ കഞ്ഞിനാണ് ഉച്ചരിഞ്ഞാണ് കേട്ടാ മരുന്ന് കെട്ടി വന്നുള്ള കാലത്ത്. ഇപ്പൊ ഇപ്പോഴാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. നമ്മള് കൊങ്ങിണി ചെടി വാങ്ങിയതൊന്നും നട്ടിട്ടില്ല. നമ്മൾ വലുതും പറയുമ്പോഴേ പുല്ല് വിലയായിരുന്നു. ഭാരമുള്ള സാധനങ്ങൾ പൊക്കുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുമ്പോഴൊക്കെ മൈൻഡ് ചെയ്ത് തുടങ്ങില്ല എനിക്ക്. എന്നിട്ട് അന്ന് ചേട്ടൻ ആ മേശ കൊണ്ടുവന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് ദിവസം എത്ര പേരാ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ഇട്ട്, സരിതേ അജുവിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കല്ലേ എന്നല്ല, ഞാൻ ചെയ്യിപ്പിക്കണതല്ല, അജു ചെയ്യുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് സരിത പറഞ്ഞ് അത് അങ്ങനെ ഇതാക്കല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കേൾക്കണ ഒരാളേ വേദന വന്നപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വെയിറ്റുള്ള സാധനങ്ങൾ ഞാൻ പൊക്കില്ല, ഞാൻ ഉറപ്പിച്ചു. കാരണേ അതുപോലത്തെ വേദനയായിരുന്നു. നമുക്ക് ചേട്ടന് ശരിക്കും ഒരു പേടി കടന്നു, മറ്റേ ഹെർണിയ എന്നൊക്കെ പറയണ സാധനമാണ് ആവോന്ന് അല്ലേ? അതൊന്നും അറിയില്ല. അത് അതിപ്പോ താഴും. ചിരട്ടപ്പ കത്തി പിടിഞ്ഞു. മൂടിയെടുത്തേ തിളക്ക നന്നായി തിളച്ച് കുറച്ചൊന്ന് പറ്റണം കേട്ടോ. അപ്പൊ കഷായി മാറി. എന്നിട്ട് അത് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളവും ബാക്കി പോരാത്ത വെള്ളവും കൂട്ടി ചേർത്തിട്ട് വേവിക്കാൻ. ഇതെല്ലാം ഈ പുലത്തല്ലേ, ഈ കുട്ടിക്കാലത്തിലാണ് നമുക്ക് വേവിക്കാട്ടാ. അയ്യോ വണ്ടം വിറക് ഒരെണ്ണം വെച്ചുട്ടാ. നമ്മളെ പൊളിക്കാനായിട്ട് വയ്യ ചേട്ടന്. വേദന എന്ന് പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റി വന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ വല്ലതുണ്ട്, വല്ല ഈ സൈഡ് തളർന്നു പോകുന്നു തോന്നി. കാരണം ഈ കാല് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അത് നമുക്ക് അങ്ങനെ തോന്നൂല്ലോ. ഇങ്ങനെ അതെ, അതായത് എങ്ങനത്തെ വേദന ഇത്? അപ്പൊ ചേട്ടൻ ഒരു വേദന, അപ്പൊ ഇങ്ങനെ വെക്കാണ്ട് നേരെ നടന്നാ പോരെ. അതല്ല നമുക്ക് ചില ഭയങ്കര വേദനയാണ്. ഏതെങ്കിലും ഒരു സിനിമയില് കലാഭമണി അല്ല ജയറാം ചോദിക്കുമ്പോ ഇപ്പൊ മറ്റേ വേദന ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ, അല്ല ജയറാമിനെ കാണുമ്പോ പറയില്ലേ ജോസ് പെല്ലിശ്ശേരിയാന്നോണ്ട് ഞാനേ ഇതിങ്ങനെ പൊക്കുമ്പോ ഇവിടെ ഒരു വേദന. ഇപ്പൊ ജയറാം പറയും, അതെ ഫാദർ ഒരു കാര്യം ഇങ്ങനെ കൈ പൊക്കണ്ട. ചില വേദനകൾ എന്ന് പറയുമ്പോ എപ്പോഴും ഉണ്ടാവില്ല. ഒരു പ്രത്യേക പൊസിഷനിൽ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോ അല്ലെ കൈ വെക്കുമ്പോ അങ്ങനെയൊക്കെയോ വേദന വരും. അപ്പൊ ചേട്ടന് ഇങ്ങനെയോ കാല് വെക്കുമ്പോ ഒരു വേദന, കാലുമ്പിലേക്കും വേദന ഇറങ്ങണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചത് മിനി വല്ല ഡിസ്ക് തെറ്റിയ. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരുന്നു. ഡിസ്ക് തെറ്റിയപ്പോൾ ഈ കാലുമ്പിലേക്ക് വേദന, പുറം വേദനയുണ്ട്, തണ്ടൽ വേദനയുണ്ട്, അത് കൂടാണ്ട് കാലുമ്പിലേക്ക് ഭയങ്കര വേദന. കാരണം ഈ തെറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് നീങ്ങണ ആ ഡിസ്ക് ഉണ്ടല്ലോ, അത് ഈ കാലുമ്പിലേക്ക് രക്തം പോണ ആ ഞരമ്പിനെ പ്രസ് ചെയ്യും. അപ്പോൾ ഈ കാലുമ്പിലേക്കുള്ള രക്തോട്ടം കുറയുമ്പോഴാണ് ഈ കാലിന് വേദന വന്നോളൂ. അപ്പോൾ ചേട്ടന് ഈ കാലിന് വേദന. പിന്നെ ഡിസ്ക് തെറ്റിയത് ആ സാധനം പിടിച്ച് പൊക്കിയപ്പോന്നൊക്കെ വിചാരിച്ചു. ഭാഗ്യം അതൊന്നും നല്ല നീർക്കെട്ടായിരുന്നു. ഭാഗ്യം വലിയ മാസത്തിൽ 50 കിലോ തൂക്കമുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് നിർത്താണ്ട് പൊക്കി കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ. അത് തന്നെ എന്നിട്ട് കട്ട് ചെയ്തെടുത്ത് അത് ആൾക്ക് എന്നെ കണ്ടിട്ട് മതിയാവുണ്ടായിരുന്നില്ല ആ വീഡിയോ. അത് മാത്രം കട്ട് ചെയ്ത് ആവേശത്തിലത്തെ മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ടാണ് റീൽസൊക്കെ ഇട്ടു. ഇനി കൊങ്ങിണി വാങ്ങിയത് വെക്കണം, പിന്നെ കുറച്ചും കൂടി ചെടി വാങ്ങിക്കണം അല്ലേ. ഇപ്പൊ എനിക്ക് ഓടി നടക്കാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ല. വേദന മുഴുവനായിട്ട് മാറി തന്നെ പറയാം. ഇതൊക്കെ ഇങ്ങനെ പടർന്നു. അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെടികള് കണ്ട ഇവിടെയൊക്കെ ചെടികൾ വെക്കാനുള്ളതാണ്. ഈ വെണ്ടക്കായ സരിക്ക് പച്ച വെണ്ടക്കായ തന്നെയാണ് ചള്ള്. എനിക്കാ വേണ്ട, നമുക്ക് മറ്റേ സാധനം ചെയ്യില്ലേ നമ്മള് ഉലുവിട്ടിട്ട് അതിന് വേണം വെണ്ടക്കായ. ഞാൻ ഓരോ പൊട്ടിച്ചു വെറുതെ ചള്ള് തിന്നാൻ പൂതി. ചെറിയാണ് ചള്ള് വെണ്ടക്കായ എങ്ങനെ
പൊട്ടിച്ച് തിന്നും വെറുതെ. കുഞ്ഞ് ഈ മൂക്കാത്തതില്ലേ കോവയ്ക്ക, അതാണ് ഷുഗറിന് നല്ലത്. ഷുഗർ ഒന്ന് പരിശോധിച്ച് നോക്കായിരുന്നു അല്ലേ, എങ്ങനെയുണ്ടെന്ന്. ഭയങ്കരമായിട്ട് കുറഞ്ഞുണ്ടാവണം. അടുത്ത ആഴ്ച നമുക്ക് പരിശോധിക്കാം. എന്നിട്ടാണ് അടുത്ത ആഴ്ച ടെസ്റ്റ് ചെയ്യാൻ. കുരുമുളക് നോക്കി സരിത, കണ്ടു കണ്ണ് പറ്റും. ഇത് കുരുമുളക് കണ്ടിട്ടില്ല, അത്രയ്ക്കധികം കുരുമുളക് ഉണ്ടായി കൊണ്ടത്. പറ്റണേ ചേട്ടൻ്റെ കണ്ണിന് പറ്റാ. ഈ ചമ്മന്തിയിലേക്ക് കുരുമുളക് വേണ്ടേ? അതെ, ഈ ചൂഞ്ഞമുളക് കൊണ്ടരക്കണേ. ചൂനിയമുളക് മതി, ഈ ചൂനിയമുളക് കൊണ്ട് അരച്ചാൽ മതി. ഇതിന് ചമ്മന്തി പറഞ്ഞിട്ടുണ്ടേ, മുക്കുറ്റി ചമ്മന്തിയാണ്. മുക്കുറ്റി പറിക്കാൻ പോകണം, അത് ചമ്മന്തി അരയ്ക്കേണ്ട ടൈം ആകുമ്പോൾ മതി. അപ്പോൾ ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ മുക്കുറ്റി ചമ്മന്തിയാണല്ലോ. അപ്പോൾ മുക്കുറ്റി നമുക്ക് പറിക്കാം. ഫുള്ള് നമ്മുടെ പറമ്പിലും ഇവിടെയും കാണുന്ന വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. മുക്കുറ്റി ചമ്മന്തി ആണ് ഇതിന് മെയിൻ. അപ്പോൾ എനിക്ക് നെല്ലിക്ക വേണം. നെല്ലിക്ക ഇവിടെ ഇല്ല. അത് ചമ്മന്തിയിലേക്ക് പുളി വേണമല്ലോ. പുളിക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് ഉപയോഗിക്കാം, സാധാരണ നെല്ലിക്ക ഉപയോഗിക്കാം. പക്ഷേ നെല്ലിക്കില്ല, നമ്മൾ അത് കാരണം സാധാരണ പുളി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ എന്നാ ബ്ലഡ് വരുന്ന പൈൽസിനാണെങ്കിൽ നിങ്ങൾ നെല്ലിക്ക ഉപയോഗിച്ചോളൂ കേട്ടോ. നമ്മുടെ ഇവിടെ രണ്ട് സൈഡിൽ മുക്കുറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ആയിരക്കണക്കിനാണ് ഉണ്ടായിരുന്നല്ലോ. അതെ, മുക്കുറ്റികളേ കൂമ്പിയൊക്കെയാണ് കണ്ടേ. അത് പൂവ് ഇപ്പോൾ കാണലിരുമ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. 2 മുക്കുറ്റി മതി, 3 മുക്കുറ്റി മതി, നല്ല സ്ട്രോങ് ആണ്. മുക്കുറ്റി ചേട്ടാ എവിടേക്ക് പറിക്കാൻ പോയ റോട്ടിലേക്ക് ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടത്തില് മുക്കുറ്റിയല്ലേ, കുഴപ്പമില്ലേ? തിളച്ചൂല, അത് ഇളക്കി കൊടുക്കാം അല്ലേ? ഇളക്കി കൊടുത്താ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ മുക്കുറ്റിയുടെ ഇല പഴുത്തതാ, അപ്പോൾ ഇത് വേണ്ട. അല്ലാണ്ട് തന്നെ മുക്കുറ്റി ഉണ്ട് ഇവിടെ. വണ്ട മുക്കുറ്റികളാ ഓരോ നമുക്ക് ഓരോരുത്തർക്ക് കെട്ടി തൂങ്ങിയാവല്ലോ അല്ലേ? അപ്പൊ ഒരെണ്ണം മതി. ഇത് എന്തിനാ ഭീകരൻ, കൊടും ഭീകരൻ. ഈ ഒരെണ്ണം മതിയല്ലേ? ചെറുത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചമ്മന്തി അരയ്ക്കാൻ കുരുമുളക് അല്ലെങ്കിൽ മിളക്, ചൂനിയമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂനിയമുളകും ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം. വേണം മിളക് നമുക്ക്, അത് നിർബന്ധമില്ല. എന്താണ് ചാർലിക്ക് ഇത്ര സങ്കടം? അത് ടൈസൺ ടൈസനെ കണ്ടപ്പോ. എന്താ ടൈസൺ റാന്ത് ചുറ്റലേ, റോന്ത് ചുറ്റലൊക്കെ നിർത്തി. കോർപ്പറേഷൻകാർ പിടിച്ചുകൊണ്ട് പോയി ഇനിയും കത്രപ്പൂട്ട് നടത്തുന്നു ചോദിച്ചിട്ടേ. പിന്നെ ആള് നമ്മൾ ചൂനിയമുളക് പൊട്ടിച്ചു കേട്ടാ. ഞാൻ ആ റോട്ടിൽ നിന്ന് പറിച്ചിട്ട് വരട്ടെ, ഒരു ചെറുതുകള് പറിച്ചിട്ട് വരാം. സരിത വീണ്ടും ചെറിയ മുക്കുറ്റി വേണമെന്ന് പറഞ്ഞിട്ട് പോയി. അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ മുക്കുറ്റി ആകുമ്പോഴേ. ഇതിപ്പോൾ കുറച്ച് സമയമായിട്ടാ ഇവിടെ കഷായം റെഡി ആയിട്ട് കണ്ട. ഇതിലത്തെ കൊറ്റനയ്ക്ക് തിളച്ച് ഒരു കുറച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഊറ്റിയിടുക്കാം. എന്നിട്ട് ഇതിൽ അരി വേവിക്കാം ഈ കാലത്തിൽ തന്നെ കേട്ടാ. എൻ്റെ അമ്മേ, നമുക്ക് ഈ കഷായം അരിക്കാം കേട്ടാ. പ്ലാസ്റ്റിമിലേക്ക് ഒന്നും ആവില്ല ചേട്ടാ. ഇത് വെറുതെ ഈ അടിയിൽ കൊറ്റനാണ്. നീർക്കെട്ടിന് നല്ലത് കുറുന്തോട്ടി കഞ്ഞിയായിരുന്നു അല്ലേ? അതേ മറ്റേ ഉഴിഞ്ഞാട കഞ്ഞിയാ നീർക്കെട്ടിന് നല്ലത്. ഉഴിഞ്ഞാരി ഇതിൻ്റെ കഷായം കണ്ട. ഇനി നമുക്കിത് ഇതിലത്തെ കൊറ്റനൊക്കെ കളഞ്ഞിട്ട് വീണ്ടും തിളപ്പിക്കുക അരി വേവിക്കുക. മുക്കുറ്റി ചമ്മന്തിയിലേക്ക് മുക്കുറ്റി അരച്ചു. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ: കാന്താരിമുളക് എടുത്തു, ചുവന്നുള്ളി, ഇഞ്ചി ഒരു കഷ്ണം. പുളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചേർക്കില്ല. പുളിക്ക് പകരം ഉപ്പിലിട്ട നെല്ലിക്ക അതാണ് വേണ്ടത്. പക്ഷെ ഉപ്പിലിട്ട നെല്ലിക്ക ഇവിടെ ഇല്ല, അപ്പോൾ നമ്മൾ പുളി ചേർക്കുന്നു. അതുപോലെ കാന്താരിമുളകിന് പകരം കുരുമുളക് ഉപയോഗിക്കാം. ഇത് ഭയങ്കരമായിട്ട് അറിയണ്ടല്ലോ. ഇത് ഇങ്ങനെ മറ്റേ മുക്കുറ്റി മാത്രം നന്നായി അരഞ്ഞാൽ മതി. ബാക്കിയുള്ള സാധനം പോലെ തന്നെ നല്ല എരിവുണ്ടാവും. കാന്താരി നമ്മുടെ മിളകാണ് കിടന്ന് അരയുന്നത്. മണം വരണ വരവ് ശരിക്കും വായിൽ വെള്ളം വരുന്നതേ. ഉണക്ക ചെമ്മീനില്ലേ, ഉണക്ക ചെമ്മീൻ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വറുക്കുക. എന്നിട്ട് ഒരു കാന്താരി മുളക്, ഉപ്പ്, പുളി, ചുവന്നുള്ളി, എന്നിട്ട് ഒരു അരക്കില് അവസാനം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചാരിക്കും. കഞ്ഞിയും അതും കൂട്ടിയിട്ടാണ്ട് കഴിക്കും. നമ്മൾ പ്രവാസികൾക്കാണ് ഭയങ്കര ഫീല് വരാം. നല്ല കുത്തരി കഞ്ഞീൻ്റെ ഇല്ലേ മട്ട പറയണ്ട. നിവേദ്യത്തില് ആ പടച്ചോറ് ഇത്തിരി 2 പിടി കൂട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കേമായി ബേഷായി അറിയില്ലേ ആ ചക്കനോട്, വിനുമോഹനോട് പറയില്ലേ? അതുപോലെ ഈ ചമ്മന്തി
ഈ ചമ്മന്തി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിലിപ്പോ നമ്മൾ അരക്കണ ചമ്മന്തി തന്നെയത്. ഇതില് മുക്കുറ്റി കൂടുതലായിട്ട് ചേർന്നു. കുറച്ച് നാളികേരം ചേർക്കണം കേട്ടോ. ഇത്ര നാളികേരം മതി അല്ലേ? നാളികേരം വെറുതെ അങ്ങനെ ചതച്ചാ മതി. നമ്മൾ അവിടെ അടപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാലത്തിൽ തന്നെ ആ കലം കഴുകിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അരിയിടാനായിട്ട്. അരിക്ക് നീ ഇത് ചേർത്തില്ലേ കഷായം? കഷായരിക്ക് ഒഴിക്കാൻ പോണ്. ഇപ്പൊ ചർട്ട 2 വെച്ചാൽ ഭയങ്കര തീയത്തില്ല. ഇതെല്ലാം കൂട്ടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ചമ്മന്തി നല്ല മണം വരുന്നുണ്ട്. അടിപൊളിയും ചമ്മന്തി മണം വരുന്നുണ്ട്. മോന്ത കുത്തി വീഴായിരിക്കും മോന്ത കെട്ടിപ്പൂട്ടാൻ നടക്കേണ്ടി വരും നാളെ തൊട്ട് ഇന്നത്തോടു കൂടി. ചമ്മന്തിയുടെ പണി കഴിഞ്ഞു. വേറെ ഒന്നും ചാരിക്കാൻ കാര്യങ്ങളൊന്നും ചേട്ടാ ഒന്നും ചെയ്യില്ല. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ചമ്മന്തി സെറ്റ്. നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തിളപ്പിക്കാൻ വെച്ച് അരിക്ക് നമ്മുടെ ഈ കഷായത്തിൻ്റെ വെള്ളമല്ലേ അത് ഒഴിക്കുന്നു കേട്ടോ. തിളക്കിനോട് കൂടിയിട്ട് നമുക്ക് അരി ഇടാം. നമ്മളിത് അരിക്കായിട്ട് ഞാൻ നവരനെല്ലിൻ്റെ അരി എടുക്കാം. നമ്മൾ ഇവിടെ ബ്ലാക്ക് റൈസ് ഉണ്ട് കേട്ടോ, കറുത്തരി 100% അവിടെ. ഇപ്പോൾ കഞ്ഞി വയ്ക്കുന്ന അരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 3 പിടി വേണേ? 3 പിടി എടുത്തോ, നല്ലോണം 3 പിടി എടുത്തോ. ഇനി വൈകുന്നേരം വേറെ ഫുഡില്ലല്ലോ? ഏയ് എന്തിനു വേറെ ഫുഡ്? തിളച്ച് തരുന്നത് വേഗം കൈ കൊണ്ടുവാ. ഉഷാറായിട്ടാ? വേണ്ട 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 വേണ്ട, ഉഷാറ് കാണിക്കണ്ട. എന്താ കുഴപ്പമില്ല. അല്ലാന്ന് ഞാൻ ബിനുവിൻ്റെ ചികിത്സേനെ പറ്റിയിട്ട് ആളുകളോട് പറയായിരുന്നേ. തീരെ കാശില്ലാത്തൊരു ചികിത്സ എന്ന് പറയുന്നേ. എനിക്കതല്ല, ഈ ഷുഗർ വന്നിട്ട് കാല് വിരൽ മുറിച്ച് കളയുന്നവർക്കൊക്കെ അവരുടെയൊക്കെ മാറുണ്ടെന്ന് കേട്ടപ്പോൾ നമുക്ക് അത്ഭുതമായത്. ഭയങ്കര വിലയായിട്ട് ആയിരിക്കും. 1 കിലോന് 165 രൂപയാണ്, 180 രൂപയാണുണ്ട്. വേഗം വരി. നമ്മുടെ അരി വേവാൻ കുറച്ച് സമയം ഉണ്ട്. അപ്പം ഞാൻ കോഴികളെ കഴിച്ചിട്ടു. അല്ല, അരി വേണം കോഴികളായിട്ട് എന്തൊരു ബന്ധമല്ലേ? ഈ കോഴികളെ കണ്ടിട്ട് നമ്മുടെ ചാർലിക്ക് സഹിക്കുന്നില്ല. പിടിക്കാണ്ടേ എന്റെ അവരുടെ കഴുത്തിയെ പിടിച്ച് കൊടയാണ്ട് അവന് എന്താ വിഷമം. നമുക്ക് മൊത്തം 31 കോഴികളല്ലേ? 32 ഒരു കോഴിക്കുട്ടി ചത്തു. ബാക്കിയൊന്നും ഇതിലൊക്കെ നല്ല വലിപ്പായി. തള്ളപ്പടയിൽ അത്രക്കേ ഈ കോഴികള് എന്നിട്ടും തള്ളപ്പട കൊത്തിയാട്ടിട്ടില്ലേ? അതന്നെ നോക്കിയാ എല്ലാവരും പുല്ലിരിക്കുന്ന കഴിച്ചിട്ടതാ. ബ്ലഡി ഫുൾ. അല്ല, അവർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാന്ന് പുല്ല്. എന്താ നിനക്ക് അഴിച്ചുവിടാൻ? അവിടെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവിടെ നിന്നാ സുന്ദരി, അവിടെ സുന്ദരി സുന്ദരി സുന്ദരി. നമ്മള് കോഴിക്കുട്ടികളെയൊക്കെ എവിടേക്കൊക്കെ അഴിച്ചിട്ട് കുറച്ച് സമയം എവിടെ പെട്ടെന്ന് അന്തരീക്ഷം ഒരു ഇറ്റല് വിചാരിക്കുന്നു. പെട്ടെന്ന് ഇറ്റായി. ഇനി വേഗം അത് കാച്ചി കഞ്ഞി കുടിക്കുക. എത്രയേ ഉള്ളൂ കഞ്ഞി കുടിക്കല്. ശരിക്കും എന്തൊരു ഭംഗിയല്ലേ? നോക്കിയേ വെളിച്ചക്കട പെട്ടെന്ന് ഇരുട്ടായി സരി നോക്കിയേ പറ്റി. വെന്തുണ്ട് കേട്ടാ. വീട്ടിറക്കാം, കാച്ചാം പെട്ടെന്ന്. വെന്തോന്നൊന്നും നോക്കണമെന്നില്ലേ? വെന്തുണ്ട് ഇത്ര നേരം മതി. അല്ലെങ്കിൽ സമയം കുറേ കാച്ചാൻ ചീഞ്ഞിട്ട്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെയ്യിൽ തന്നെ കാച്ചണം. കഴുകണ്ടേ? അത് കഴിക്കുക. നെയ്യിൽ തന്നെ കാച്ചണം. നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് കാച്ചണം. എന്നാലാണ് ഇത് ഫലം കിട്ടുള്ളൂ. കേട്ടോ. ഇത് ബ്ലീഡിംഗ് പൈൽസിനുള്ള ഫലം കിട്ടണമെങ്കിൽ നമ്മുടെ പാത്രം ചൂടായി. അപ്പം നെയ്യ് ഒരു സ്വല്പം എടുക്കണം. നെയ്യിലാണ് കാച്ചണം കേട്ടോ. നമ്മൾ ഉള്ളി കാച്ചാൻ പോകണം. ഇത്രയും മതിയാ? അത് മതി. അധികം നെയ്യ് വേണ്ട, കുത്തുണ്ടാവില്ല. ചൂട്ടോടെ കുടിക്കണം അല്ലേ നെയ്യിൽ കാച്ചണ കാരണം. ചുവന്നുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇരുട്ടായി കാരണം ഷറപ്പറേന്ന് ആക്കണം കേട്ടോ. നമ്മൾ ചേട്ടൻ സ്പീഡിൽ ചെയ്യാം. ഞാൻ അവിടെ ഇരുന്ന് ചെയ്ത് ചേട്ടൻ ദേഷ്യം വരും. ഞാൻ സ്ലോവില ചെയ്യുള്ളൂ. അല്ലാതും ഞാൻ എന്ത് കാര്യം ചെയ്യണേലും വളരെ പതുക്കെ ആസ്വദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ക്രോണിക് ബാച്ചിലറിൽ അവർ വരില്ലേ പടക്കക്കടയുടെ ഉള്ളിൽ നിന്ന് അതുപോലെ വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ആരും കേട്ടില്ലേ? ഇല്ല. എന്തൊരു പറഞ്ഞറിയോ? കഞ്ഞിമൊക്കെ കമത്തിയിരിക്കാന്ന്. ഒരു പൊട്ട് നെയ്യ് കൂടി ചേർക്കാം. അതാ ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത് നെയ്യ് പോരാന്ന്. നല്ല തീ പോലെ കത്തുണ്ട്. കഞ്ഞി എന്തിനാ കമത്തേക്ക്? നല്ല തീ പോലെ കത്തുണ്ട്. ഇവിടെ
ചേട്ടന് ടെൻഷനായി തുടങ്ങി. ഇനി ഇവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരുന്നാണ് നിനക്ക് എന്തെല്ലാം തമാശയൊക്കെ ഇത് ചട്ടിരോ. അയ്യോ ഭയങ്കര ചൂടാ. തീ ചിരട്ടകത്തുണ്ടേ. അതെന്താ എത്ര അധികം? അല്ല ചിരട്ടകത്ത് ഇതാ പക്ഷേ കയ്യാ ചിരട്ട കത്തിത പെശ കഴിയുന്ന. അപ്പൊ ആരാ ചിരട്ടേന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തത്? കത്താൻ വേണ്ടിട്ടല്ലേ ഇട്ട് കൊടുത്തേണേ? ഇനി ഇരുട്ടാവും തോറും ഇനി അച്ഛന്റെ വായന്ന് ഇനി എന്തൊക്കെ വീഴാവോ. ചേട്ടാ അത് കരിഞ്ഞു തുടങ്ങി. ചേട്ടാ മതി, എടുക്ക്, പുറത്തേക്ക് എടുക്കുക. അങ്ങനെ തന്നെ കണ്ടാ കരിഞ്ഞു. കരിഞ്ഞിട്ടില്ല. എന്ത് കഷ്ടം. കരിയില്ല. ഇതിലേക്ക് ഇടണം കേട്ടാ. കാച്ചി ഓക്കെ. നമുക്ക് ഈ കഞ്ഞിക്കാലം കൊണ്ടിട്ട് അങ്ങോട്ട് പോവാം. കേട്ടോ അടിപൊളി കഞ്ഞി. വസരത്തൊക്കെ ഉണ്ടെടുത്തോ. വയർത്ത് കുളിച്ചു. ഇതിപ്പോൾ 3 പിടി കഞ്ഞി എന്ന് പറഞ്ഞിട്ട് കുറച്ചുള്ള കഞ്ഞി ഒരു കിണ്ണത്തിക്കുള്ളൂ. 3 പിടി ചേട്ടാ ഇത്തിരി ഇത്തിരി എടുത്തിട്ടുള്ളൂ. കണ്ട ഇരുട്ടായി. കൂടാരത്തിലേക്ക് പോകാല്ലേ? അതിലേക്ക് പോവാം. നമ്മുടെ കഞ്ഞി ഇതിരിക്കണ ശരിയാട്ടാ. ചൂടുണ്ട്. ഒരു സ്വല്പ ഉപ്പിടാട്ടാ. ഉപ്പിട്ടിട്ട് വേവിക്കേണ്ടതായിരുന്നു അല്ലേ ശരിക്കും? അപ്പൊ ഇത്തിരി കൂടി വൈകിയാനെ വേവാൻ. ഇളക്കിക്കോ. ഇവിടെ ചമ്മന്തി കുടിക്കട്ടെ കഞ്ഞി? ആരോടാ ചോദിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ കുടിക്കാൻ പോകണ്ട കഞ്ഞി. കൊതുക് പറക്കുന്നുണ്ട് കേട്ടാ. ഉപ്പ് ഇത്തിരി കുറവാ. നല്ല ടേസ്റ്റ്. ഉപ്പ് ഇത്തിരി കുറവാണോ? ഇടൂ. ദേ ഉപ്പും പാത്രത്തിലിരിക്കണം. ചമ്മന്തി പറയും. ചമ്മന്തി അടിപൊളി ചമ്മന്തി. ഉപ്പ് കുറവല്ലേ? കഴിക്കണു ഇല്ലേ? അത് നിന്റെ തോട്ടവാടിയില് തൊട്ടവാടി സ്വല്പം പൂണിട്ടാ. കഞ്ഞിവാടിയില്ല. രസം കേട്ടാ. പക്ഷെ ഇതിന് നല്ല മണം. നെയ്യില് ഉള്ളി മൂപ്പിച്ചതിന്റെ മണം. ഈ കഞ്ഞിക്ക് ചെറിയൊരു കയ്പ് പോലെ ഉണ്ടല്ലേ? ചെറുതായിട്ടല്ലേ? ചെറിയ കയ്പുള്ളൂ. ഒന്നുകൂടി കേട്ടെ. ചമ്മന്തി കഴിച്ചു. ചമ്മന്തിയുടെ ഒപ്പം കഴിക്കുമ്പോ കയ്പില്ലേ? ഇല്ലേ? ഉപ്പ് കൂടിയാ? ഉപ്പ് അടങ്ങിയിട്ടില്ല. അതിൽ മിക്സ് ചെയ്യേ. നമുക്ക് 3 പേരും കുടിക്കലുണ്ട്. ഇതിൽ കുറവ് ഉപ്പ്. അപ്പോൾ ഇത് മിക്സ് ചെയ്താൽ മതി. 3 പേരും കൂടി ഞാൻ പറഞ്ഞിട്ട് ഒരിടത്ത് കുടിക്കാന്ന്. അപ്പോൾ ഞാനത് കുടിക്കാട്ടാ. ക്യാമറാമാന് കഞ്ഞി വേണ്ടാന്ന് മുന്നേ പറഞ്ഞു വിട്ടു. അത് ഉണ്ടാക്കണ കണ്ടപ്പോഴേ പറഞ്ഞു വേണ്ടാന്ന്. അതാണ് ചോദിക്കും ക്യാമറാമാന് കൊടുക്കുള്ളേന്ന്. ഇപ്പൊ കയ്പില്ല. അങ്ങനെ കയ്പില്ല. കുഴപ്പമില്ലാത്ത കയ്പുണ്ട്. ചമ്മന്തിക്ക് എരിവുണ്ടാ. അനേ പറഞ്ഞ പോലെ ചമ്മന്തി കുടി കഴിക്കുമ്പോ എരിവ് അറിയില്ലേ? അല്ല പുളി അറിയാം. കയ്പ് അറിയില്ലേ? ഞങ്ങൾക്ക് 2 പേർക്കും ചമ്മന്തിക്ക് അത്യാവശ്യം കയ്പ് എന്നോട് കുഴപ്പമില്ല. എനിക്കും ജഗ്ഗുവിനും സരിക്ക് കയ്പ് അത്ര പിടിക്കില്ല. അതാവും എനിക്കിഷ്ട കയ്പക്കായ. ചേട്ടനല്ല കയ്പക്കായ ഇഷ്ടമില്ലാത്തത്. അപ്പൊ നമ്മള് ഇത് കുടിച്ചോണ്ടിരിക്കും. കയ്പക്കായുടെ കയ്പ് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഈ സാധനം പക്ഷേ നെയ്യിൽ ഉള്ളി കാച്ചതിന്റെ നല്ല മണം. ഇത്തിരി ചമ്മന്തി ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. അപ്പൊ കുഴപ്പമില്ല. ഇതൊരു മരുന്നാണ് കേട്ടാ. മരുന്ന് ആ പറഞ്ഞേ. ഇതൊരു മരുന്ന് ആണ്. അപ്പോൾ നമ്മൾ ഇത് 7 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക. ഇത് ബ്ലഡ് പൈൽസ് ഉള്ളവർ, ബ്ലഡ് പൈൽസ് എന്ന് തന്നെ പറയാം, ബ്ലീഡിങ് പൈൽസ് ഉള്ളവർ 7 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതല്ല ചേട്ടൻ കഞ്ഞി കമത്തി വെച്ചിട്ട് ഉള്ളി കാച്ചി ഒഴിക്കണത് ആലോചിക്കായിരുന്നു. വലിയ കാശൊന്നുമില്ല. ഈ അരി വാങ്ങിക്കുന്ന ചിലവ് മാത്രമല്ലോ. ബാക്കി അരി ആകെ ഇത്ര അരി ഇട്ടിട്ടുള്ളൂ. 3 പേർക്ക് കഴിക്കാൻ ധാരാളം. അല്ല, ഒരാൾക്ക് ഇതുണ്ടാവുള്ളൂ. ഒരാൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് മതി. ഇന്ന് 7 ദിവസം കഴിക്കാനായിട്ടേ വേറെ വല്ല ചികിത്സിക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ ധൈര്യമായിട്ട് കേട്ടാ. അപ്പം നിർത്താം. 2-3 ദിവസം ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല കുറവുണ്ടാവും. നല്ല ആശ്വാസം കിട്ടുന്നു. അപ്പം നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാവരെ. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു? ഈ വീഡിയോയിൽ നിന്ന് ബ്ലീഡിങ് പൈൽസിനുള്ള ഇത് പഠിച്ചു.